50 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിന്റെ നേർക്കാഴ്ചയുമായി എത്തിയ പത്തേമാരി നാളെ യുഎഇയിൽ പ്രദർശനത്തിനെത്തുന്നു. സിനിമയുടെ കഥയ്ക്കെതിരെ യുഎഇയിലെ ഒരു പത്രത്തിൽ വ്യാജ വാർത്ത കൊടുത്ത വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംവിധായകൻ സലീം അഹമ്മദ് ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസ ജീവിതത്തിന്റെ 50 വർഷക്കാലത്തെ നേർക്കാഴ്ചയുമായി യാത്ര തുടങ്ങിയ പത്തേമാരി നാളെ ഗൾഫ് തീരമണിയുന്നു. യുഎഇയിൽ 32 സെന്ററുകളിലായി 170ഓളം പ്രദർശനങ്ങളാണ് പത്തേമാരിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് നിർമ്മാതാക്കളായ അഡ്വക്കേറ്റ് ഹാഷിക്കും ടി പി സുധീഷും ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഴുവൻ പ്രവാസികളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് പത്തേമാരിയെന്ന് സംവിധായകൻ സലീം അഹമ്മദും വ്യക്തമാക്കി. പ്രവാസ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രവാസ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഈ സിനിമയുടെ മറ്റ് സിനിമകൾ ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 50 വർഷത്തെ മലയാളിയുടെ ഗൾഫ് കുടിയേറ്റത്തിൻ്റെ ഒരു ചരിത്രമാണ്. നമ്മളുടെ 60കൾ ഇന്ന് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരായ 60കളിൽ സ്വന്തം ജീവൻ ത്യജിച്ച് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള ഒരുപാട് പ്രവാസികളുണ്ട്. ആ പ്രവാസികൾക്കുള്ള ഒരു സമർപ്പണം കൂടിയാണ് ഈ സിനിമ. ചിത്രത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ട് തന്നോട് സത്യാവസ്ഥ നേരിട്ടന്വേഷിക്കാതെ യുഎഇയിലെ ഒരു പത്രത്തിൽ വ്യാജ വാർത്ത കൊടുത്തയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സലീം അഹമ്മദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 100% നീതി പുലർത്തിയാണ് പ്രവാസ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി മാറിയ ചിത്രം പൂർത്തിയാക്കിയതെന്നും സലീം അഹമ്മദ് കൂട്ടിച്ചേർത്തു. യുഎഇ സെൻസർ ബോർഡ് അംഗം വർക്കല രാജനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. 10ാമത് ഏഷ്യ വിഷൻ മൂവി അവാർഡ്സ് നൈറ്റ് ഡിസംബർ 2 ഷാർജയിൽ വെച്ച് നടക്കും. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രഗത്ഭർ അണിനിരക്കുന്ന വിപുലമായ മെഗാ ഷോയോടെയാണ് അവാർഡ് നൈറ്റ് എന്ന് ഏഷ്യ വിഷൻ അധികൃതർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 2 ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഏഷ്യ വിഷൻ മൂവി അവാർഡ്. ഈ വർഷത്തെ ഏഷ്യ വിഷൻ എക്സലൻസ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ബോളിവുഡ് നടൻ അഭിഷേക് ബച്ചനാണ്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിന് പൃഥ്വിരാജ് മികച്ച നടനായും പാർവതി മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടതായി ഏഷ്യ വിഷൻ അധികൃതർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. For Asia Vision Movie Awards, it's our proud moment to declare the 10th edition of annual awards in front of you to take it further to the world. യൂത്ത് ഐക്കൺ ഓഫ് ഇന്ത്യയായി ഇമ്രാൻഖാനും നിവിൻ പോളി മാൻ ഓഫ് ദ ഇയറായും തെരഞ്ഞെടുക്കപ്പെട്ടു. നെടുമുടി വേണു, അമല പോൾ, തബു, റാണ ദഗ്പതി, ജ്യോതിക, ജാക്കി ഷറഫ്, നീരജ് മാധവ്, RS വിമൽ, ടൊവിനോ തോമസ്, അജു തോമസ്, ഗോപി സുന്ദർ തുടങ്ങിയവർ വിവിധ അവാർഡുകൾക്ക് അർഹരായി. പത്തേമാരി, ഒരാൾ പൊക്കം എന്നീ സിനിമകളും അവാർഡുകൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു. The best movie critics on Expatriate Surface goes to പത്തേമാരി. Best screenplay RS വിമൽ for എന്നും നിന്റെ മൊയ്തീൻ. Best cinematography ജോമോൻ ടി ജോൺ for എന്നും നിന്റെ മൊയ്തീൻ. ഏഷ്യ വിഷൻ മൂവി അവാർഡ്സിന്റെ 10ാമത് പതിപ്പാണ് ഡിസംബർ 2 നടക്കുന്നത്. കൈരളി ടിവിയാണ് മൂവി അവാർഡ്സിന്റെ മീഡിയ പാർട്ണർ. മൂവി അവാർഡ്സിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏഷ്യ വിഷൻ മാനേജിംഗ് ഡയറക്ടർ നിസാർ സെയ്ദ്, കൈരളി ടിവി മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ S രമേശ്, കിങ്സൺ ഫെർണാണ്ടസ്, സാജിദ് മുഹമ്മദ്, നമിത, രാജേഷ് PR തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. അബുദാബിയിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് അബുദാബി പോലീസ്. കാൽനട യാത്രക്കാർ നിർദ്ദിഷ്ട ഭാഗങ്ങളിലൂടെ മാത്രം റോഡുകൾ മുറിച്ചു കടക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും സന്ദേശങ്ങൾ വായിക്കുന്നതും അയക്കുന്നതുമെല്ലാം അപകടങ്ങൾക്ക് കാരണമായേക്കാമെന്ന് അധികൃതർ അറിയിച്ചു. മൊബൈൽ ഫോൺ ഉപയോഗം മൂലം റോഡിലെ ശ്രദ്ധ നഷ്ടമാകുകയും അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് കാൽനട യാത്രികർക്കൊപ്പം റോഡ് ഉപയോഗിക്കുന്നവരെയും അപകടകരമായി ബാധിക്കും. സുരക്ഷിത കാൽനട യാത്ര ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പോലീസ് നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നതായും അധികൃതർ വ്യക്തമാക്കി. വീഡിയോ കോൺഫറൻസ് വഴി തൊഴിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായി സൗദിയുടെ വിവിധ മേഖലകളിൽ 58 ഓഫീസുകൾ സജ്ജീകരിച്ചതായി സൗദി തൊഴിൽ മന്ത്രാലയം. തൊഴിൽ കേസുകളിൽ അതിവേഗത്തിലും പ്രയാസരഹിതവുമായ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നത്. വിവിധ സ്ഥലങ്ങളിലുള്ള തൊഴിൽ കാര്യാലയ ഓഫീസുകളിൽ വീഡിയോ കോൺഫറൻസ് വഴി കേസ് കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക അണ്ടർ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം പരിശീലനം നൽകി കഴിഞ്ഞു. സൗദിയുടെ വിവിധ മേഖലകളിൽ നിന്നും വീഡിയോ കോൺഫറൻസ് വഴി സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മൊവ്രജ് അൽ ഹബ്ബാനിക്ക് നേരിട്ട് പരാതികൾ നൽകുന്ന പദ്ധതിക്ക് കഴിഞ്ഞയാഴ്ച തുടക്കമായി. തൊഴിൽ മന്ത്രാലയ ആസ്ഥാനത്താണ് വീഡിയോ കോൺഫറൻസ് വഴി പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വീഡിയോ കോൺഫറൻസ് വഴി പരാതികൾ കേൾക്കുന്ന പദ്ധതി ആരംഭിച്ചതോടെ പരാതികൾ സമർപ്പിക്കുന്നതിനായി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വരില്ലെന്നും പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനാകുമെന്നും തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സിയാദ് അൽസായി അറിയിച്ചു. തൊഴിൽ മന്ത്രിയുമായും മറ്റും ഉയർന്ന ഉദ്യോഗസ്ഥരുമായും വീഡിയോ കോൺഫറൻസ് വഴി ബന്ധപ്പെടുന്നതിന് 199911 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്.
പ്രാഥമിക തൊഴിൽ തർക്ക പരിഹാര സമിതികളിൽ തീർപ്പ് കൽപ്പിക്കാത്ത കേസുകൾ റിയാദിലെ ഉന്നത തർക്ക പരിഹാര സമിതികളിലേക്കാണ് മാറ്റുക. ഇത്തരം ഘട്ടങ്ങളിൽ കേസുകളിൽ കക്ഷികൾക്ക് റിയാദിൽ ഹാജരാവാതെ തന്നെ അതാത് പട്ടണങ്ങളിൽ വീഡിയോ കോൺഫറൻസ് വഴി കേസുകളിൽ സംബന്ധിക്കാൻ കഴിയുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. ദുബായിൽ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൊക്കോറിവ റെസ്റ്റോറന്റിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നവംബർ 18 മുതൽ ജനുവരി 31 വരെ കൊക്കോറിവയിൽ ഫുഡ് ഫെസ്റ്റ് നടത്തുമെന്ന് ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു. കൊക്കോറിവയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും ഫെസ്റ്റിവൽ ദിനങ്ങളിൽ ലഭ്യമാകും. ഈ ഒരു വർഷത്തെ കാലയളവിൽ കൊക്കോറിവയുടെ നേതൃത്വത്തിൽ അജ്മാൻ ലേബർ ക്യാമ്പിലെ ദുരിതമനുഭവിക്കുന്ന 600ഓളം തൊഴിലാളികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുക്കുവാനും നാട്ടിൽ 1 ലക്ഷം രൂപയുടെ മരുന്നുകൾ രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചതായും മാനേജിംഗ് ഡയറക്ടർ ബിൻജൂസ് ബേബി അറിയിച്ചു. അബുദാബി, അലൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ കൊക്കോറിവയുടെ പുതിയ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് ടീം വ്യക്തമാക്കി. കാൽബ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്ലബ്ബിൽ വെള്ളിയാഴ്ച കോൺസുലർ സേവനം ഉണ്ടായിരിക്കുമെന്ന് പ്രസിഡന്റ് KC അബൂബക്കർ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചവരെയാണ് സേവനം ലഭ്യമാവുക. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന സർഗോത്സവത്തിന്റെ സ്റ്റേജ് തല മത്സരങ്ങൾ നവംബർ 20 ദുബായിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗർഹൂദ് NI മോഡൽ സ്കൂളിൽ കാലത്ത് മുതൽ രാത്രി 9 മണി വരെ 4 സ്റ്റേജുകളിലായാണ് പരിപാടികൾ നടക്കുക. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ദാന്ദിയ നൈറ്റ് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്നു. DJ യോഗേഷിന്റെ നേതൃത്വത്തിലാണ് പ്രകാശവിസ്മയം തീർത്ത ഹാളിൽ ദാന്ദിയ ഗർഭ നൃത്തങ്ങൾ നടന്നത്. ദാൻഡിയ ഡാൻസിൽ പങ്കെടുത്തവർക്ക് ക്യാഷ് അവാർഡ് അടക്കം നിരവധി സമ്മാനങ്ങളാണ് നൽകിയത്. തെരഞ്ഞെടുത്ത വിവിധ ഗ്രൂപ്പുകൾക്കും വ്യക്തിഗത പ്രകടനങ്ങൾക്കുമാണ് സമ്മാനങ്ങൾ നൽകിയത്. ബെസ്റ്റ് മെയിൽ, ഫീമെയിൽ, ബെസ്റ്റ് എത്നിക് വെയർ എന്നിവ കൂടാതെ മികച്ച വസ്ത്രധാരണത്തിനും നൃത്തം അവതരിപ്പിച്ച ദമ്പതികൾക്കും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കും സമ്മാനം നൽകി. വിവിധ വർണ്ണങ്ങളിലുള്ള ദാണ്ടിയ സ്റ്റിക്കുകൾ BKSൽ നിന്നും നൽകി. ബഹ്റൈൻ കേരളീയ സമാജം അംഗങ്ങളുടെ അതിഥികളായി എത്തിയവരും ദാണ്ടിയ നൈറ്റിൽ പങ്കെടുത്തു. സുമ നായർ, വിജിന സന്തോഷ്, ലതിക മുരളി എന്നിവർ ദാണ്ടിയ നൈറ്റിന് നേതൃത്വം നൽകി. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ബഹ്റൈനിലെ മിഡിൽ ഈസ്റ്റ് മെഡിക്കൽ സെന്ററിന്റെ ഹോമിയോപ്പതി വിഭാഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ജുഫൈറിലെ ബെസ്റ്റ് വെസ്റ്റേൺ ഒലീവ് ഹോട്ടലിൽ നടന്നു. ക്യാപിറ്റൽ ഗവർണർ ഷൈഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ സയ്യിദ് ഷംസുദ്ദീൻ ബാബറിന്റെ മേൽനോട്ടത്തിലാണ് സെന്റർ പ്രവർത്തിച്ചു വരിക. MEM ചെയർമാൻ വർഗീസ് കുര്യൻ ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തറിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വോയിസ് ഓഫ് കേരള റേഡിയോ സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽ ഡിസംബർ 10-11 തീയതികളിൽ ദോഹ MES ഇന്ത്യൻ സ്കൂളിൽ നടക്കും. ലളിതഗാനം, മാപ്പിളപ്പാട്ട്, കവിതാലാപനം, ഭരതനാട്യം തുടങ്ങി 11 ഇനങ്ങളിലാണ് മത്സരം നടക്കുക. സംഗീത സംവിധായകരുടെ നേതൃത്വത്തിലുള്ള ജഡ്ജിംഗ് പാനലാണ് വിധി നിർണ്ണയിക്കുകയെന്ന് വോയിസ് ഓഫ് കേരള CEO റജി മണേലും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K മുഹമ്മദ് ഈസയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാൻഫോർഡ് ഖലീദിയ ഫുട്ബോൾ മേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ കോണിഷ് സോക്കറും ജുബൈൽ സിയും തമ്മിലും എഗാലൈറ്റ് ജുബൈലും സമീൽ കേപ്പ് തമ്മിലും മാറ്റുരയ്ക്കും. ബദർ മക്ക FCയും USG ബോർലും തമ്മിലും സാൻഫോർഡ് ഖാലിദിയയും FCD തെക്കേപ്പുറവും തമ്മിലും വെള്ളിയാഴ്ച നടക്കുന്ന മത്സരങ്ങളിലും മാറ്റുരയ്ക്കും. ഖാലിദിയ സ്പോർട്സ് ക്ലബിന്റെ 16ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. നവോദയ സാംസ്കാരിക വേദി ഈസ്റ്റേൺ പ്രൊവിൻസിന്റെ 14ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ദമാം ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാരംസ്, ചെസ് മത്സരങ്ങൾക്ക് ഖലീജ് മേഖലയിൽ തുടക്കമായി. 2 മാസം നീളുന്ന കായികമേളയുടെ ആദ്യ ഇൻഡോർ മത്സരത്തിൽ 20-ൽ പരം ടീമുകൾ ക്യാരംസിലും ചെസ്സിൽ 16 വ്യക്തികളും പങ്കെടുത്തു. അക്ഷരങ്ങളെയും എഴുത്തിനെയും ഉന്മൂലനം ചെയ്യാമെന്നത് ഫാഷിസത്തിന്റെ മൂഢവിചാരമാണെന്നും പ്രമുഖ എഴുത്തുകാരൻ PJJ ആന്റണി അഭിപ്രായപ്പെട്ടു. റിസാല സ്റ്റഡി സർക്കിൾ ജുബൈലിൽ സംഘടിപ്പിച്ച സൗദി നാഷണൽ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിശ്ശിക ശമ്പളം ആവശ്യപ്പെട്ട് ലേബർ കോടതിയിൽ പരാതി നൽകിയതിന് സ്പോൺസർ ഹുറൂബാക്കിയ മലയാളി നവയുഗം സാംസ്കാരിക വേദിയുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ തർഹീൽ വഴി നാട്ടിലേക്ക് മടങ്ങി. കൊല്ലം സ്വദേശിയായ രാധാകൃഷ്ണൻ, നവയുഗം ജീവകാരുണ്യ പ്രവർത്തകൻ ഷിബുകുമാർ തിരുവനന്തപുരത്തിന്റെ സഹായത്തോടെ ലേബർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിനെ തുടർന്ന് നാട്ടിൽ പോകാൻ സാധിച്ചത്. OICC സിയാത്ത് ഏരിയ കമ്മിറ്റി ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. OICC സോണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വനിതാവേദി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ സിന്ധു, ബിനു, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്യാം പ്രകാശ്, കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു പുരുഷോത്തമൻ, രാധിക ശ്യാം പ്രകാശ്,
ഡിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. സൈഹാത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് SM സാദിഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും നടന്നു. കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDFന് ചരിത്ര വിജയം. LDFന്റെ EP ലത കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ മേയറായി ചുമതലയേറ്റു. കോൺഗ്രസ് വിമതൻ PK രാഗേഷ് LDFന് വോട്ട് ചെയ്തു. നറുക്കെടുപ്പിലൂടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം UDFന് ലഭിച്ചു. രാഗേഷ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്നാണ് ഡെപ്യൂട്ടി മേയറെ നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചത്. ആദ്യ കോർപ്പറേഷനിലെ പ്രഥമ മേയറായി LDF സ്ഥാനാർത്ഥി EP ലത കണ്ണൂരിൽ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. കണ്ണൂരിലെ കോൺഗ്രസിന്റെ ചരിത്രവും ഇതോടെ മാറ്റിയെഴുതപ്പെട്ടു. നഗരസഭയുടെ ചരിത്രത്തിൽ എന്നും UDFനൊപ്പം നിലകൊണ്ട കണ്ണൂർ കോർപ്പറേഷനായി മാറിയപ്പോൾ UDF അനുകൂലമെന്ന് പ്രതിയോഗികൾ പോലും വിശ്വസിച്ചിരുന്നു. എന്നാൽ കണ്ണൂർ ഇത്തവണ ചെങ്കൊടിയെ നെഞ്ചിലേറ്റി. 55-ൽ 27 സീറ്റ് UDFും 27 സീറ്റ് LDFും നേടി കോൺഗ്രസ് വിമതൻ നിർണായക ശക്തിയായി മാറിയതോടെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ ഉദ്യോഗഭരിതമായി. രാവിലെ കടന്നുപോയ നിർണായക നിമിഷങ്ങൾക്കൊടുവിൽ UDF നേതാക്കളുടെ പ്രലോഭനങ്ങൾക്കൊന്നും വഴങ്ങാതെ K. സുധാകരന്റെ ഏകാധിപത്യത്തിന് തിരിച്ചടിയേൽക്കുമെന്ന് വെട്ടിത്തുറന്നടിച്ച് PK രാഗേഷ് LDFന് വോട്ട് ചെയ്തതോടെ UDF പാളയം നടുങ്ങി. കണ്ണൂർ ജില്ലയിലെ ഏകാധിപത്യ സ്വഭാവത്തിനും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെയും സംരക്ഷിക്കാനുള്ള എൻ്റെ അവസാനത്തെ പോരാട്ടത്തിന്റെ നാന്ദിയാണിത്. വിജയം ജനങ്ങളുടേതെന്ന് പ്രഥമ മേയർ EP ലത പ്രതികരിച്ചു. കണ്ണൂരിലെ ജനങ്ങളുടെ വിജയം, LDF ആഗ്രഹിച്ച വിജയം. 100,000 നന്ദി PK രാഗേഷ്. കോൺഗ്രസിന്റെ ദയനീയ തകർച്ചയെന്ന് CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ ദയനീയമായിട്ടുള്ള തകർച്ചയാണ് മേയർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇത് കോൺഗ്രസിന് ശക്തമായിട്ടുള്ള ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സുധാകരന്റെ ധാർഷ്ട്യത്തിനും അഴിമതി ഭരണത്തിനുമുള്ള അടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കണ്ണൂരിലെ K. സുധാകരന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള, കോൺഗ്രസിന്റെ ധാർഷ്ട്യത്തിനെതിരായി ചിന്തിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ വിജയമാണ്. ഉച്ചയ്ക്ക് ശേഷം നടന്ന ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ PK രാഗേഷ് വിട്ടുനിന്നു. 27 വോട്ടുകൾ നേടി CPIയിലെ വെള്ളോറ രാജനും ലീഗിലെ C. സമീറും സമനില പങ്കിട്ടപ്പോൾ നറുക്കെടുപ്പിലൂടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗ് നേടി. ഉദ്യോഗഭരിതമായ നിമിഷങ്ങളെ അതിജീവിച്ച് കണ്ണൂരിലെ ചെങ്കോട്ട കൂടുതൽ ഉറപ്പിച്ച് കോർപ്പറേഷനിലെ ആദ്യ ഭരണം അത് LDFന്റെ കയ്യിലെത്തി. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. സംസ്ഥാനത്തെ ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 5ന്റെയും മേയർ സ്ഥാനങ്ങൾ LDFന്. തിരുവനന്തപുരത്ത് VK പ്രശാന്തും, കൊല്ലത്ത് V. രാജേന്ദ്രബാബുവും, കൊച്ചിയിൽ സൗമിനി ജയനും, തൃശൂരിൽ അജിത ജയരാജനും, കോഴിക്കോട് VKC മുഹമ്മദ് കോയയും, കണ്ണൂരിൽ EP ലതയും മേയർമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ രാവിലെ 11 മണിയോടെ മേയർ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴക്കൂട്ടത്ത് നിന്ന് വിജയിച്ച CPIMന്റെ കൗൺസിലറായ 34-കാരൻ അഡ്വക്കേറ്റ് VK പ്രശാന്ത് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1-ാം റൗണ്ടിൽ 43-ഉം 2-ാം റൗണ്ടിൽ 42 വോട്ടുകൾ നേടിയാണ് VK പ്രശാന്ത് മേയറായത്. എതിർ സ്ഥാനാർത്ഥി BJPയുടെ അഡ്വക്കേറ്റ് VV ഗിരികുമാറിന് 35 വോട്ട് ലഭിച്ചു. കോർപ്പറേഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താതിരുന്നതും UDFന്റെ കൗൺസിലർ BR സിനിയെ വോട്ടിംഗിൽ നിന്ന് ഒഴിവാക്കിയതും തലസ്ഥാന കോർപ്പറേഷനിലെ വോട്ടിംഗിലെ വേറിട്ട കാഴ്ചയായിരുന്നു. കൊല്ലം കോർപ്പറേഷന്റെ ഭരണവും LDF സ്വന്തമാക്കി. അഡ്വക്കേറ്റ് V. രാജേന്ദ്രബാബുവാണ് ഇവിടുത്തെ മേയർ. ഡെപ്യൂട്ടി മേയറായി LDFന്റെ തന്നെ വിജയ ഫ്രാൻസിസും തെരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചി കോർപ്പറേഷനിൽ UDFന്റെ സൗമിനി ജെയിൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. TJ വിനോദാണ് ഇവിടുത്തെ ഡെപ്യൂട്ടി മേയർ. മുൻ MLA കൂടിയായ VKC മുഹമ്മദ് കോയയാണ് LDFന്റെ കോഴിക്കോട് മേയർ. 19-നെതിരെ 49 വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ PM നിയാസിനെ പരാജയപ്പെടുത്തിയാണ് VKC മുഹമ്മദ് കോയ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തത്. മീര ദർശക്കാണ് കോഴിക്കോട്ട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ. ഇവിടെ മുസ്ലിം ലീഗ് അംഗം വീരാൻകുട്ടിയുടെ വോട്ട് കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ അസാധുവായി. ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 5ഇടത്തും LDFന്റെ മേയർ, ഡെപ്യൂട്ടി മേയർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഓൺലൈൻ പെൺവാണിഭ സംഘം പിടിയിൽ. ചുംബന സമര സംഘാടകൻ രാഹുൽ പശുപാലൻ, മോഡൽ രശ്മി നായർ, കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ അക്ബർ എന്നിവർ ഉൾപ്പെടെ 15 പേരാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ഇതിൽ ഉൾപ്പെടുന്നു. പെൺവാണിഭത്തിനെതിരായ അന്വേഷണം തുടരുന്നതായി IG ശ്രീജിത്ത് വ്യക്തമാക്കി. ലൊക്കാൻഡോ എന്ന ഓൺലൈൻ സൈറ്റ് വഴി നടന്നുവന്ന സംസ്ഥാന വ്യാപക പെൺവാണിഭത്തിൽ പഴുതുകൾ അടച്ചാണ് രണ്ടാമത്തെ സംഘത്തെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ ഓപ്പറേഷൻ പിക്കാഡി, ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന റെയ്ഡുകളിലാണ് 15 പേർ പിടിയിലായത്. ഓൺലൈൻ പെൺവാണിഭത്തിന് 6 പേരും കൊച്ചുസുന്ദരി എന്ന FB പേജിലൂടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്നത പ്രദർശിപ്പിച്ചതിന് 6 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ചുംബന സമരത്തിന്റെ പ്രധാന സംഘാടകൻ രാഹുൽ പശുപാലൻ, ഭാര്യയും മോഡലുമായ രശ്മി നായർ, കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ അബ്ദുൾ ഖാദർ എന്നിവരാണ് അറസ്റ്റിലായവരിൽ പ്രധാനികൾ.
ഇതിൽ രാഹുൽ പശുപാലൻ കുട്ടികളെയും ഭാര്യയെയും ആവശ്യക്കാർക്കായി എത്തിച്ചുകൊടുത്തു. രശ്മി കേസിൽ ഏജന്റായും ലൈംഗിക തൊഴിലാളിയായും പ്രവർത്തിച്ചിരുന്നതായും IG ശ്രീജിത്ത് പറഞ്ഞു. ഈ ട്രാഫിക് ചെയ്ത് ഈ വിക്ടിമിനെ, അതായത് സെക്ഷൽ സർവീസസിന് വേണ്ടിയിട്ടുള്ള ഒരു വിക്ടിമിനെ ട്രാഫിക് ചെയ്ത് കൊണ്ടുവന്ന് ഈ ട്രാഫിക്കേഴ്സിനെ ഏൽപ്പിച്ച് കസ്റ്റമേഴ്സിന് കൊണ്ടു കൊടുക്കുന്ന ജോലിയാണ് രാഹുൽ പശുപാലൻ ഇന്നലെ ചെയ്തത്. രശ്മി രണ്ടുമാണ്. മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കുറിച്ച് അന്വേഷിക്കുന്ന ശകലങ്ങളുണ്ട്, സ്വയം അതിന് തയ്യാറായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിടിയിലായവരിൽ ഇരകളായ അന്യസംസ്ഥാനക്കാരായ 2 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. ഓൺലൈൻ പെൺവാണിഭത്തിനെതിരായ അന്വേഷണം തുടരുന്നതായി IG വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തുന്ന ആക്രമണങ്ങളുടെ മറ്റൊരു രൂപമാണ് RSS നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഡോക്ടർ CJ വിൻസെന്റ് രചിച്ച അധിനിവേശം പ്രതിരോധം എന്ന പുസ്തകം കോഴിക്കോട് പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. TP രാമകൃഷ്ണൻ, M ഭാസ്കരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള അഡ്വർടൈസിംഗ് അസോസിയേഷൻ 4 വർഷം കൂടുമ്പോൾ സംഘടിപ്പിക്കുന്ന K3A ആർട്ട് ഫെസ്റ്റ് 2015 നവംബർ 27, 28, 29 തീയതികളിൽ വയനാട് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരസ്യമാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ബിസിനസ്, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഫെസ്റ്റിൽ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വ്യത്യസ്ത വ്യവസായ മേഖലയിൽ പ്രതിബന്ധങ്ങളെ നേരിട്ട് തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിക്കുകയും രാജ്യപുരോഗതിയിൽ സ്വാധീനം ചെലുത്തിയവരുമായ 10 വ്യവസായ പ്രമുഖരെ ആദരിക്കും. ജോസഫ് ചാവറ, ജെയിംസ് വളപ്പില, PT എബ്രഹാം, CB ചാവറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശബരിമലയിൽ കനത്ത മഴ. ഇന്നും ഇന്നലെയുമായി പെയ്യുന്ന മഴയെ തുടർന്ന് പമ്പ നദിയിൽ ജലനിരപ്പ് ഉയർന്നു. പമ്പയിൽ കുളിക്കാനിറങ്ങുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിരവധി വാഹനങ്ങൾ വെള്ളത്തിന് അടിയിലായി. വാഹനങ്ങൾ നിലയ്ക്കൽ വരെ മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ.